ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ഡിയോ വണ്ടി ജന സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞേക്കണ കംപ്ലയിൻ്റ് ഒന്ന് ജന സർവീസ് ചെയ്യണം, അതായത് ഓയിൽ ചെക്ക് ചെയ്യുക, അതേപോലെ ഫ്രണ്ട് സൈഡിൽ നിന്നൊരു സൗണ്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു കരകരാന്നുള്ള സൗണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കും, ഒന്ന് രണ്ട് കംപ്ലയിൻസുകൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഭാഗത്തു നിന്ന് കാണിക്കുന്നുണ്ട്. ഫ്രണ്ട് സൈഡിൽ നിന്ന് ആ സൗണ്ട് വന്നതിൻ്റെ റീസൺ സ്പീഡോമീറ്ററിൻ്റെ കേബിളിൻ്റെ ആണ്. കേബിള് തുരുമ്പിട്ടിട്ട് കേബിൾ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ കേബിൾ തുരുമ്പിട്ടിട്ട് ഗ്രീസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വന്നിട്ട് അങ്ങനെ വന്ന സൗണ്ടാണ്. പിന്നെ നമുക്ക് വണ്ടി ഒരു ഗട്ടറിലൊക്കെ ചാടുന്ന സമയത്ത് ഫ്രണ്ട് സൈഡിൽ നിന്ന് ചെറിയൊരു അടി കാണിക്കുന്നുണ്ട്, ബാക്ക് സൈഡും എഞ്ചിൻ ഹാങ്ങറിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് ചെറിയൊരു ഷെയ്ക്ക് വരുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഓടിച്ചു നോക്കുമ്പോൾ കിട്ടുന്ന കംപ്ലയിൻറ്റ്. നമ്മൾ എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ കഴിഞ്ഞ സർവീസ് ഹിസ്റ്ററി നമ്മൾ തപ്പണ സമയത്ത് എഞ്ചിൻ ഓയിൽ നമുക്കൊരു 500 കിലോമീറ്റർ കൂടി ഓടാനുണ്ട്. അപ്പോൾ ഒരല്പം കുറവുണ്ട്, അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടോപ്പ് അപ്പ് ചെയ്തിട്ട് നമുക്ക് ആ 500 കിലോമീറ്റർ ഓടിയിട്ട് മാറ്റിയാലും മതി. ഇനി അതല്ല ആ സമയത്ത് ചെയ്യാനായിട്ട് സമയമില്ല എന്നാണെങ്കിൽ കൈയോടെ വേണമെങ്കിൽ നമുക്ക് മാറ്റാവും ചെയ്യാം. ഞാനപ്പോൾ ജനറൽ സർവീസിനകത്ത് ഉൾപ്പെടുത്തിയതിൻ്റെ ബാക്കിത്തെ ഭാഗങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് കേട്ടിട്ടുണ്ട്. ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയാണ്. കമ്പനി ലൈൻഡർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ്. നമുക്ക് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബാക്കിലത്തെ വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റ്, അതായത് ബാക്ക് വീലിൻ്റെ ഷാഫ്റ്റ് ഗിയർ ബോക്സിൽ നിന്ന് തന്നെയാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നോക്കിയായിരുന്നു, നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി, ബാക്ക് ടയർ അത്ര പെർഫെക്റ്റ് അല്ല, കാരണം സെൻറ്റർ ഭാഗം ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ട്, സൈഡ് ഗ്രൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പാളിച്ച വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിനിപ്പോൾ വലിയ താമസിക്കാണ്ട് നമുക്ക് ടയർ മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ്, ഒന്നാമത് നമുക്ക് ഫ്രണ്ടിൽ കിടക്കണ മോഡൽ ടയർ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രണ്ടിൽ കിടക്കണ മോഡൽ കമ്പനി വന്ന മോഡലാണ്, ആ മോഡൽ ടയർ തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ ആ ടയർ ഫസ്റ്റ് നമുക്ക് ആ ഫ്രണ്ടിലത്തെ ടയർ ബാക്കിലേക്ക് ഇട്ടിട്ട് പുതിയ ടയർ ഫ്രണ്ടിലിടാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആ വണ്ടി ഓടിക്കാനായിട്ടൊരു സ്മൂത്ത്നെസ് കിട്ടും. ഫ്രണ്ടിലത്തെ ടയർ റൈറ്റ് സൈഡ് തേമാനം വരും, അത് ബാക്കിൽ കിടന്ന് കഴിയുമ്പോൾ ഉപയോഗിച്ച് തീർക്കാനും പറ്റും. അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്റർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് നമുക്കിത് യൂസ് ചെയ്തേക്കണത്. നമുക്കത് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ചിനകത്ത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെയോ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിലോ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ കൂടി കൂട്ടത്തിൽ കൂടെ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് ഇതുമ്പോൾ കിടക്കണേ, നല്ല ബെൽറ്റാണ്, ഡാമേജ് ഒന്നും ഇല്ല കേട്ടോ. അതങ്ങനെ തന്നെ യൂസ് ചെയ്യാം നമുക്ക്. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഈ റോളർ സെറ്റ് തേമാനം സൈഡ് തിരിഞ്ഞ് തേമാനം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സർവീസിലൊക്കെ നോക്കുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അഴിച്ച് ചെക്ക് ചെയ്യും. കൂടുതൽ കംപ്ലയിൻറ്റോ പൊട്ടലോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സർവീസിൽ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് ഒന്നും വേറെ പ്രോബ്ലം ഇല്ല, അതൊക്കെ നമുക്ക് ആ രീതി തന്നെ ഉപയോഗിക്കാം. ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു, വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, വർക്കിംഗ് വേറെ പ്രോബ്ലം ഇല്ല. അപ്പോൾ ക്ലച്ചിനകത്ത് നമുക്ക് മെയിനായിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നോക്കി ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. കാർബേറ്ററിൻ്റെ ഭാഗത്ത് വേറെ പ്രോബ്ലംസ് ഒന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് ഓടിച്ചു നോക്കുമ്പോൾ കാണുന്നില്ല, കംപ്ലയിൻറ്റും പറഞ്ഞിട്ടില്ല. നിലവിൽ വണ്ടി നമുക്ക് ഓടിച്ചു നോക്കുമ്പോൾ മിസ്സിങ്ങിൻ്റെ പ്രശ്നം, ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റും പ്രത്യക്ഷത്തിലില്ല. സാധാരണ ഇപ്പോഴത്തെ ഒരു പെട്രോളിൻ്റെ ഉപയോഗം വെച്ച് നോക്കുമ്പോൾ കാർബേറ്റർ ഇപ്പോൾ നമ്മളൊരു 10 വണ്ടി കയറി കഴിഞ്ഞാൽ അതിനകത്തൊരു 5 വണ്ടിയും കംപ്ലയിൻറ്റാണ്. പ്രത്യേകിച്ച് ഒന്നോലെ ഓവർഫ്ലോൻ്റെ പ്രശ്നം കാണിക്കും, അല്ലെങ്കിൽ പെട്രോൾ ഓവർഫ്ലോ കാണിക്കും, അല്ലെങ്കിൽ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കും. രണ്ടിലേതെങ്കിലും ഒന്നും ഉണ്ടാവാറുണ്ട്. പ്രത്യക്ഷത്തിൽ നമുക്ക് ഈ വണ്ടിക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ കാർബേറ്റർ നമ്മൾ അഴിക്കുന്നില്ല. കാർബേറ്റർ ക്ലീനിങ് നമുക്ക് ജനറൽ സർവീസിൽ വന്നതല്ല, അഡീഷണലായിട്ട് നമ്മൾ പേ ചെയ്ത് ചെയ്യേണ്ട വർക്കാണ്. പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് നമ്മൾ തൽക്കാലം ഒഴിവാക്കി കിട്ടുന്നുണ്ട് കേട്ടോ. അത് തൽക്കാലം ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകൾ ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഗ്രീൻ ബുഷ് അത്യാവശ്യം പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കൈയോടെ ക്ലിയർ ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കോളർ ബുഷിനും പ്ലേ ഉണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് കറക്റ്റ് ചെയ്തേക്കാം. അത് റെഡിയാക്കി ഇടണമെന്ന് പറയാൻ കാരണം, ഇപ്പോൾ തന്നെ നമ്മൾ വണ്ടി ചെറിയ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ പോലും ഫ്രണ്ടിൽ നിന്ന് ഒരു അടി വരുന്നുണ്ട്. അത് കോൺസെപ്റ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അത് നമ്മളിപ്പോൾ ബോഡി അഴിച്ചതുകൊണ്ട് തന്നെ കോൺസെപ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡൽ ബെയറിംഗ് ആണ്. അത് ടൈറ്റ് ചെയ്ത് നോക്കാം, കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്കത് ആ രീതിയിൽ തന്നെ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്കത് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. അത് നമ്മൾ നോക്കിയിട്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുമെങ്കിൽ ആ രീതിയിലേക്ക് ചെയ്യാം. അടുത്ത സർവീസിൽ നോക്കിയിട്ട് മാറ്റണമെങ്കിൽ കൈയോടെ നമുക്ക് അടുത്ത സർവീസിൽ നമുക്കത് മാറ്റിയിടാം. പിന്നെ സ്പീഡോമീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഈ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ സൈഡൊക്കെ മൊത്തം തുരുമ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രീസ് ഇട്ട് ഇടാമെന്ന് വയ്ക്കാം. ഗ്രീസ് ഇട്ടിട്ടാൽ തൽക്കാലം വർക്ക് ചെയ്യും, പക്ഷേ ഈ തുരുമ്പെട്ട ഭാഗം ഇവിടെ ഈ ഭാഗം വെച്ച് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എപ്പോഴും സേഫ് നമുക്ക് ആ മീറ്റർ കേബിൾ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് ആ കേബിൾ മാറ്റിയിടാം. കേബിൾ മാറ്റുന്ന കൂട്ടത്തിൽ ആ ഇന്നറും കൂടി ഗ്രീസ് ചെയ്തിടാണെങ്കിൽ ആ പ്രോബ്ലം അവിടെ സോൾവ് ആയി പോയിക്കോളും. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഗ്രീസ് ഇട്ടിട്ടുണ്ടെങ്കിൽ തൽക്കാലം വർക്ക് ചെയ്യും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ തുമ്പ് എന്ന ഭാഗം പൊട്ടിപ്പോവും കേട്ടോ. അപ്പോൾ എങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ എസ്റ്റിമേറ്റിൽ മാറ്റുന്ന രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റ് ഇടണേ. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അഡ്ജസ്റ്റ് ചെയ്തിടണമെങ്കിൽ നമുക്ക് ആ രീതിയിലിടാം. പിന്നീട് നമുക്ക് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മളത് അഴിച്ച്
മാറ്റേണ്ടതായിട്ട്. അപ്പോൾ അതിൻ്റെ ലേബറും കാര്യങ്ങളൊക്കെ വീണ്ടും പോവാണ്. അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമ്മൾ അങ്ങനത്തെ സജഷൻ പറഞ്ഞു കേട്ടോ. പിന്നെ ബാറ്ററി 2024 മോഡൽ ബാറ്ററിയാണ് അതും ഇരിക്കണത്. 13 വോൾട്ടാണ് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്. 13.30 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് ലോ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 9.9 വോൾട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ കുഴപ്പമൊന്നുമില്ല, ഉപയോഗിക്കാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചില ടൈമിലാണ് വ്യത്യാസം വന്നത്. ഭൂരിഭാഗം ടൈമിൽ ഓക്കെ ആയിട്ട് തന്നെയാണ് വന്നത്. ചില സമയങ്ങളിലേക്ക് കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി. കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ 2024 സെൽഫിൻ്റെ പ്രശ്നം എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ നമുക്ക് വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ് നമുക്ക് വാറണ്ടിയിലേക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട്. നമുക്ക് എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ കൂട്ടത്തിലാണ് പ്ലഗും മാറ്റേണ്ടി വരാം. അത് നോക്കിയിട്ട് നെക്സ്റ്റ് ടൈമിൽ നമുക്ക് അടുത്ത സർവീസൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. കൂടുതൽ കംപ്ലൈൻ്റ് ആയിട്ട് എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഇത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കി, നിലവിൽ ഞാൻ പറഞ്ഞല്ലോ 500 കിലോമീറ്റർ കൂടി ഓടാനുണ്ട്. വേണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചെയ്യാം. 500 കിലോമീറ്റർ ഓടിയതിന് ശേഷം മാറ്റാം. ഇനി അതല്ല സമയം കിട്ടില്ല എന്നുണ്ടെങ്കിൽ കൈയോടെ പറയാം. അതനുസരിച്ചിട്ട് നമുക്ക് എഞ്ചിൻ ഓയിൽ കൂടി കൈയോടെ മാറ്റി പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. നമുക്ക് ആ റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി നേരത്തെ ഒന്ന് റിപ്ലൈ ഇടാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. പിന്നെ ഒരു കേസ് പറയാൻ പറ്റുമോ, ഇത് നമുക്കിട്ടില്ല. ഈ സൈഡിൽ എഞ്ചിൻ ഹാങ്ങറിൻ്റെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. ഈ ഇരിക്കുന്ന ഹാങ്ങർ അസംബ്ലി ഉണ്ടല്ലോ, നമ്മൾ സ്റ്റാൻഡുമേക്ക് വെച്ചിട്ട് മെയിൻ സ്റ്റാൻഡുമേക്ക് കയറ്റുന്ന സമയത്ത് നോക്കുമ്പോൾ ഒരു അടി നമുക്ക് ആ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ആ ഹാങ്ങർ കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ കംപ്ലയിൻറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, നമുക്ക് ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഓൾറെഡി ചെക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന ഹാങ്ങർ അസംബ്ലി മാറ്റണം. ഈ എഞ്ചിൻ ഹാങ്ങറിൻ്റെ ഈ ബുഷും മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. ആ ഹാങ്ങറിൻ്റെ അങ്ങേയറ്റത്തൊരു റബ്ബറിൻ്റെ ബുഷും വന്നിട്ടുണ്ട്. അപ്പോൾ ആ 3 സെറ്റും കൂടി ചെയ്താലാണ് അതുകൊണ്ട് കാര്യമുള്ളൂ. അതല്ലെങ്കിൽ പരമാവധി ഉപയോഗിക്കുക, നെക്സ്റ്റ് ടൈം നമുക്ക് മാറ്റാം. പക്ഷേ നിലവിൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് വണ്ടിക്ക് കേട്ടോ. നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവാണ്ടായിരിക്കും. ലോഡ് വെച്ച് പോകുമ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് നമുക്കൊരു അടി പോലെ കാണിക്കും. അതാണ് അതിൻ്റെ പ്രാരംഭ ലക്ഷണം. ഇനി അങ്ങോട്ട് പോകുന്തോറും അത് കൂടുള്ളൂ. അപ്പോൾ പ്രത്യക്ഷത്തിൽ കണ്ടപ്പോൾ ഞാനതൊന്ന് ശ്രദ്ധയിൽ പെടുത്തിയെന്നുള്ളൂ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ.